Hi everyone, എൻ്റെ പേര് ആൽഫിയ. Today we are going to study about GST. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, GST നടപ്പാക്കിയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജിയാണ്. അദ്ദേഹം അത് കൊണ്ടുവന്നതിലൂടെ ഉദ്ദേശിച്ചത് വൺ നേഷൻ വൺ ടാക്സ് എന്നൊരു മെസ്സേജ് നമുക്ക് നൽകാൻ വേണ്ടിയാണ്. അതൊക്കെ ഞാൻ നിങ്ങളുടെ നോളജിന് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് കാൽക്കുലേഷനിലോട്ട് കടക്കാം. The things that we need to know in calculating GST are: first one, cost price, CP. It is the price that the trader buy goods. Second one, list price or market price. It is the price that the article is marked. Third one is discount. As we all know that the shopkeeper gives us discount during celebrations. Fourth one, selling price. The shopkeeper sells the article. Shopkeeper നമുക്ക് വിൽക്കുന്ന വിലയാണ് selling price. If there is no discount, then selling price is equal to list price or market price. ഇനി അഥവാ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഏതാന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു ലിസ്റ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കും ഡിസ്കൗണ്ടഡ് പ്രൈസ്. If there is no discount, selling price is equal to list price. If there is discount, then the formula to find out selling price is selling price equal to list price minus discount. Then we will get discounted price. Next one, GST comprises of CGST, SGST, IGST. C for central, S for state, I for integrated. ആദ്യത്തെ രണ്ടും CGSTയും SGSTയും ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സ് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ്. ഇപ്പൊ കേരളയിലാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയും നമ്മളതിനെ. അവിടെ വരുന്നത് CGSTയും SGSTയുമാണ്. IGST എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. അവിടെയാണ് അങ്ങനെയുള്ള സപ്ലൈ ഓഫ് ഗുഡ്സിനെ പറയുന്നതാണ് ഇന്റർ സ്റ്റേറ്റ്. അവിടെ IGST ആണ് വരുന്നത്. ഇവിടെ ഇൻട്രാസ്റ്റേറ്റ് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ്. അവിടെ GST ലഭിക്കുന്നത് സെൻട്രലിനും സ്റ്റേറ്റിനുമാണ്. സെക്കൻഡ് വൺ IGST, സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അവിടെ ലഭിക്കുന്നത് സെൻട്രലിനാണ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം. എ ഡീലർ ഇൻ കൽക്കട്ട ബൈസ് സം ഗുഡ്സ് വർത്ത് ₹6,000. If the rate of GST is 18%, find how much will the dealer pay for the goods bought. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതണം. ഇവിടെ നമുക്ക് ₹6,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. രണ്ടാമത് ഇവിടെ തന്നിരിക്കുന്നത് GST ആണ്. അത് 18% ആണ് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് വിൽ ദ ഡീലർ പേ ഫോർ ദ ഗുഡ്സ് ബോട്ട്. അപ്പൊ ആദ്യം തന്നേക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്ത് എഴുതാം.
ഇത് രണ്ടുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എ ഡീലർ ഇൻ കൽക്കട്ട ബൈ സം ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ സ്റ്റേറ്റ്, അല്ലാതെ കൽക്കട്ട ടു ഡൽഹി അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാം, ഇവിടെ വരുന്നത് ഇൻട്രായാണോ ഇന്റർ ആണോ? ഇൻട്രായാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ CGSTയും SGSTയുമാണ് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം GST 18% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ GST CGSTയും SGSTയും ഈക്വലായി ഷെയർ ചെയ്തെടുക്കും. ആയതിനാൽ 9 എന്ന് രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്തെടുക്കും. ഇപ്പോൾ 10 ആണെങ്കിൽ 5%, 5%. ഇനി നമ്മൾ ഇത് രണ്ടും കണ്ടുപിടിക്കാം. ₹540 ആണ് CGST. ഇത് തന്നെയാണ് SGSTയിലും വരുന്നത്. അത് തന്നെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളുടെ ആൻസർ കണ്ടുപിടിക്കാനാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മച്ച് വിൽ ദ ഡീലർ പേ ഫോർ ദ ഗുഡ്സ് ബ്രോട്ട്? ദ ഡീലർ വിൽ പേ equal to cost price plus $6,000 plus CGST plus SGST എന്ന് പറഞ്ഞാൽ 6,000 plus 540 plus 540. $7,080. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസിൽ തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. പിന്നെ അത് ഇൻട്രായാണോ ഇന്റർ ആണോ എന്ന് നോക്കുക. ഇന്റർ ആണെങ്കിൽ IGST അത് ഫുള്ളി 18% എഴുതും. ഇൻട്രാ ആണെങ്കിൽ രണ്ടു പേരും CGSTയും SGSTയും ബോത്ത് ഷെയർ ആയിട്ട് ഈക്വലി ഷെയർഡ് ആയിട്ട് ഇവരെടുക്കും. അങ്ങനെ ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ കോസ്റ്റ് പ്രൈസും ഈ കണ്ടുപിടിച്ച GSTയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇനി ഇന്ററും ഡിസ്കൗണ്ടും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ വേണമെങ്കിൽ കേരള ടു തമിഴ്നാടുമാണ് പർച്ചേസ് നടന്നിരിക്കുന്നത് വിചാരിക്കാം. GST 18%, ഡിസ്കൗണ്ട് ഒരു 5% തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഡിസ്കൗണ്ട് ഉള്ളപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഡിസ്കൗണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കോസ്റ്റ് പ്രൈസിൽ ഡിസ്കൗണ്ട് കാണുക, അതിനുശേഷം മാത്രമേ GST കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് മിക്കവരും തെറ്റിക്കുകയാണ് എപ്പോഴും. എപ്പോഴും മിക്കവരും ഇത് തെറ്റിക്കാറുണ്ട്. ആദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസിൽ ഡിസ്കൗണ്ട് കാണുക, അതിനുശേഷം GST നോക്കുക. DP എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്നാണ് കേട്ടോ. സോറി, 6,000 minus 6,000 into 5/100. Zeros cancel ആയിപ്പോ. 6,000 minus 300. 5,700 rupees ആണ് ഡിസ്കൗണ്ടഡ് പ്രൈസ്. ഈ ഫോർമുല ഏതാന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നേരത്തെ ഞാൻ പഠിപ്പിച്ചില്ലേ, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു
ലിസ്റ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ഈസ് ഇക്വൽ ടു DP, ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് ഞാൻ പറഞ്ഞു. ആ ഫോർമുലയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതില് IGST കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് DP കിട്ടി, അത് നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. DP ഈക്വൽ ടു 5000. ഇനി നമുക്ക് IGST കാണാം. മിക്കവരും ഇവിടെയും ഒരു കാര്യം തെറ്റിക്കാറുണ്ട്. ഇവിടെ 5700 എന്ന് എഴുതുന്നതിന് പകരം 6000 കൊണ്ട് എഴുതും. അത് തെറ്റായ ഒരു ആൻസർ ആണ്. ഇവിടെ നമുക്കിപ്പോ ആൻസർ കിട്ടിയിട്ടുണ്ട് 1026. അത് നമ്മൾ ഇവിടെ എഴുതുകയാണ്. അങ്ങനെ IGST കിട്ടി. ക്വസ്റ്റ്യൻ നമുക്ക് ഡീലർ മൊത്തം എത്ര കൊടുക്കും എന്നതാണ്. നമുക്ക് എഴുതാം. The dealer will pay for, this is a very important point. We should write the discounted price, not the cost price. So 5700 plus 1026 is equal to 6,726. This is the answer. So there is a very important point that we should calculate discount first. Then only we should calculate the GST. പിന്നെ ഇവിടെയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇവിടെ കൊണ്ട് 6000 എഴുതും. That is a wrong one. And here also very important. ഈ ക്വസ്റ്റ്യന് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി ഞാൻ വേറൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. The next topic is ITC means input tax credit. It means tax on sale and tax on purchase. These two are very important. Output tax and input tax. Output tax means tax on sale. Input tax means tax on purchase. ഇത് ഈസി ആയിട്ട് ഓർമ്മിക്കാൻ ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. ടാക്സ് ഓൺ സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നത്, പുറത്തോട്ട് പോകുന്നു. ഔട്ട്പുട്ട് മീൻസ് പുറത്തോട്ട്. ഇനി ഇൻപുട്ട് ടാക്സ്, ടാക്സ് ഓൺ പർച്ചേസ്, നമ്മൾ വാങ്ങുന്നത്, അകത്തോട്ട്. അപ്പൊ ഇൻപുട്ട് വളരെ ഈസിയാണ്. ഔട്ട്പുട്ട് ടാക്സ് മീൻസ് ടാക്സ് ഓൺ സെയിൽ, ഇൻപുട്ട് ടാക്സ് മീൻസ് ടാക്സ് ഓൺ പർച്ചേസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാനൊരു മെത്തേഡും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നെറ്റ് GST കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിന്റെ മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ, the way to find out net GST is output tax minus input tax credit എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സും എന്നും കൂടിയാണ്. അത് രണ്ടും സെയിം ആണ്. ഒരു പ്രോബ്ലത്തിൽ അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. Now we are going to solve a problem based on input tax credit. Now I will read the question. A product is sold from Kanpur, Uttar Pradesh to Banaras, Uttar Pradesh for
12,000 rupees. And then from Benares to Jaipur, Rajasthan, at a profit of rupees 4,000. If the rate of GST is 18%, find the net GST payable at Benares. ഒരു ക്വസ്റ്റ്യനിൽ എല്ലാം വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നേക്കുന്നത് ഓരോന്നായിട്ട് എടുത്തെഴുതാം. ആദ്യം ഏത് സ്ഥലത്ത് നിന്ന് എങ്ങോട്ടാ പോയേക്കുന്നത് ആ സ്ഥലങ്ങളുടെ പേര് നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതി കാണിച്ചു തരുന്നത്. കാൺപൂരിൽ നിന്ന് ബനാറസ് ഇത് രണ്ടും UP ആണ്. അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ഇൻട്രായാണോ ഇന്റർ ആണോ? ഇൻട്രായാണ് വരുന്നത്. ഇവിടെ ബനാറസിൽ നിന്ന് ജയ്പൂരിലോട്ടാ പോയിക്കണം. ഇത് രാജസ്ഥാനാണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ടോ അതൊക്കെ. അപ്പൊ ഇത് എന്തായിരിക്കും? ഇൻട്ര ആയിരിക്കും ഇന്റർ ആയിരിക്കും? ഇന്റർ ആണ്. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ നിന്ന് ഗുഡ്സ് ഇങ്ങോട്ട് വിറ്റത് 12,000 രൂപയ്ക്കാണ്. rupees 12,000 വിറ്റത്. അപ്പൊ selling price is equal to rupees 12,000. ഇനി ഇദ്ദേഹം GST കൂടി ചേർത്താണ് ഇദ്ദേഹത്തിന് വിൽക്കുന്നത്. നമുക്ക് അവിടെ GST കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്ര ആയതിനാൽ സോ ഇറ്റ് വിൽ ബി CGST ആൻഡ് SGST. ആദ്യം നമ്മൾ തന്നേക്കുന്നതെല്ലാം എടുത്തെഴുതണം. ഞാൻ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എഴുതി, GST കൂടെ എഴുതാനുണ്ട് നമുക്കിവിടെ. അപ്പൊ GST is ആദ്യം നമുക്ക് GST is 18%. ഇൻട്ര ആയതിനാൽ CGSTയും SGSTയും ഈക്വലി ഷെയർ ചെയ്തെടുക്കും. zeros cancel ആവും. ഇത് തന്നെയാണ് SGST. ഞാൻ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എഴുതിയാൽ കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ ഇവിടുത്തെ GST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇദ്ദേഹത്തിന് നോക്കാം. ഇദ്ദേഹത്തിന്റെ നെറ്റ് GST ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുന്ന ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സ് മീൻസ് ടാക്സ് ഓൺ സെയിൽ. ഇദ്ദേഹം വിറ്റത് ഇദ്ദേഹത്തിനോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കണ്ടുപിടിക്കാൻ. പിന്നെ ടാക്സ് ഓൺ പർച്ചേസ് ആണ് ഇൻപുട്ട് ടാക്സ്. അത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ആദ്യം ഔട്ട്പുട്ട് ടാക്സ് കൊണ്ട് കംപ്ലീറ്റ് എഴുതി കണ്ടുപിടിച്ചതിന് ശേഷം ഇദ്ദേഹം വിൽക്കുന്നത് കോസ്റ്റ് ടു പ്രൈസ്. അദ്ദേഹത്തിന് വിൽക്കുന്നത് 4,000 rupees പ്രോഫിറ്റിനാണ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് rupees 16,000 ആണ്. ഇദ്ദേഹത്തിന് വിറ്റപ്പോൾ 4,000 rupees പ്രോഫിറ്റിലാണ് സെൽ ചെയ്തത്. ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് വിട്ടുപോയി. അതിപ്പോ പറയുകയാണ്. നമ്മുടെ ഇൻപുട്ട് ടാക്സ് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു ITCയും ഇൻപുട്ട് ടാക്സും സെയിം ആണ്. അത് കാരണം ഇത് തമ്മിൽ പ്ലസ് ചെയ്യുകയാണ്. ഇൻപുട്ട് ടാക്സ് 2,160 rupees നമുക്ക് ഇവിടെ ലഭിച്ചു. ഇനി ഔട്ട്പുട്ട് ടാക്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഇന്റർ ആണ്. അപ്പോൾ IGST ആണ് വരുന്നത്. IGST is equal to
16,000 into 18 by 100. Zeros cancel out. IGST ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് we got 880 rupees. Now we are going to write this is our output tax. Now we are going to calculate net GST of Banaras. Output tax minus input tax. 2,880 minus 2,160 rupees. ₹720 we got. This is the answer. Question വളരെ വലുതാണ്, കൺഫ്യൂസ്ഡുമാണ്. പക്ഷെ ഞാൻ ഇത് വളരെ ഈസി ആയിട്ടാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയത്. വളരെ ഈസി ആയിട്ടാണ് ഇത് പറഞ്ഞത്. നോക്കൂ, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇന്റർ ആയതിനാൽ CGST FGST വന്നു. ഇന്റർ ആയതിനാൽ IGST വന്നു. ഇത് രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ദാറ്റ് മീൻസ് ഇൻപുട്ട് ടാക്സ് ലഭിച്ചു. ഗവൺമെന്റിന് എത്ര GST പോകുമെന്ന് നമ്മൾ കാണണം. അതും ബനാറസിൽ വിറ്റ ആളിൽ നിന്നാണ് നമ്മൾ കാണേണ്ടത്. അത് നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് വി ഗോട്ട് 720 rupees. ഇത്രയേ ഉള്ളൂ GST. ഇനി നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കമന്റ് ഓൺ ദ കമന്റ് ബോക്സ്.